CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് ആലപ്പുഴ വയലാറിൽ തുടക്കം. വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനകൾ അർപ്പിച്ചായിരുന്നു രക്ഷാ മാർച്ചിന് തുടക്കം കുറിച്ചത്. തുടർന്ന് മുതിർന്ന നേതാവും പുന്നപ്ര വയലാർ സമരസേനാനിയുമായ PK ചന്ദ്രാനന്ദൻ പതാക കൈമാറി. ശേഷം നടന്ന സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം S രാമചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. TP വധക്കേസിൽ CBI അന്വേഷണമെന്ന സർക്കാർ വാദം നിയമവിരുദ്ധമാണെന്നും ഇപ്പോഴത്തെ അന്വേഷണത്തിൽ കോടതിക്ക് പോലും ആക്ഷേപമില്ലെന്നും S രാമചന്ദ്രൻപിള്ള പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കരുത്ത് വളർത്തേണ്ടതുണ്ട്. എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും കരുത്ത് വളർത്തേണ്ടതുണ്ട്. അതാണ് കോൺഗ്രസിനെയും BJPയെയും അധികാരത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതിനുള്ള ഏറ്റവും വലിയ ഉറപ്പ്. ആഗ്രഹിക്കുന്നവരെ പ്രതിയാക്കാനുള്ള നീക്കമാണ് UDFന്റെ ഭാഗത്തുനിന്നുമുള്ളതെന്നും അത് നിയമവാഴ്ചയുടെ ലംഘനമാണെന്നും പറഞ്ഞ SRP സോളാർ തട്ടിപ്പ് കേസ് സ്റ്റേറ്റ് സ്പോൺസർഡ് പ്രോഗ്രാമാണെന്നും കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സോളാറിൽ ഉമ്മൻചാണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ആരോപണ വിധേയരായി. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പോലീസിനെയും ഭരണ സംവിധാനത്തെയും ഒക്കെ ദുരുപയോഗം ചെയ്ത് കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. എന്നാലും ഉമ്മൻചാണ്ടി സോളാറിന്റെ കുരുക്കിൽ തന്നെയാണ്. അഴിമതിയും വിലക്കയറ്റവും കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞ VS ഉമ്മൻചാണ്ടി ഇപ്പോഴും സോളാർ കുരുക്കിൽ തന്നെയാണെന്നും പോലീസിനെയും കോടതിയെയും സ്വാധീനിച്ചെങ്കിലും രക്ഷപ്പെടാനാവില്ലെന്നും കൂട്ടിച്ചേർത്തു. സ്ത്രീ സുരക്ഷയില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ UDF മാറ്റിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. മതനിരപേക്ഷ ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് അഭിവാദ്യങ്ങൾ അറിയിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ A വിജയരാഘവൻ, EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MV ഗോവിന്ദൻ മാസ്റ്റർ, എളമരം കരീം, AK ബാലൻ, ബേബി ജോൺ, മുതിർന്ന നേതാവ് PK ചന്ദ്രാനന്ദൻ തുടങ്ങിയവർ പ്രാരംഭദിന ചടങ്ങുകളിൽ പങ്കാളികളായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ ആരംഭം കുറിച്ച കേരള രക്ഷാ മാർച്ച് 140 അസംബ്ലി മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി ഫെബ്രുവരി 26 കോഴിക്കോട് സമാപിക്കും.